അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മനുഷ്യരായ നമ്മൾ ഒരു സമൂഹമാണല്ലോ. പരസ്പരം സഹായിച്ചും സഹകരിച്ചും കഴിയുന്നവരും കഴിയേണ്ടവരുമാണ് നമ്മൾ. എന്നാൽ ചില മനുഷ്യർ ഭയങ്കര സ്വാർത്ഥരാണ്. രണ്ട് വിധത്തിൽ അവരെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവരാണ്. മറ്റൊന്ന്, ആർക്കെന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്ന് വല്ലതും തിരിച്ച് ലഭിക്കണം, അതിനേക്കാൾ കൂടുതൽ നേട്ടം ലഭിക്കണം എന്ന് വിചാരിച്ച് ഉപകാരം ചെയ്യുന്നവരും. ഈ രണ്ട് രൂപത്തിലുള്ള സ്വഭാവങ്ങളും പരിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ ഉപകാരം ചെയ്യുന്നത് പ്രത്യുപകാരം മോഹിച്ചുകൊണ്ടും അത് താല്പര്യപ്പെട്ടുകൊണ്ടുമാകരുത്. നാം ചെയ്യുന്നതിനുള്ള പ്രതിഫലം ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന പടച്ച റബ്ബ് നമുക്ക് നൽകും എന്നുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പ്രത്യുപകാരം പ്രതീക്ഷിച്ച് മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും പാരിതോഷികം സ്വീകരിക്കുകയും ചെയ്താൽ മഹാപാപങ്ങളിലേക്കുള്ള വൻകവാടം കടക്കുകയാണ് അയാൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പരോപകാരം ചെയ്യുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആനന്ദം വാക്കുകൾ കൊണ്ട് വരച്ചിടുക സാധ്യമല്ല. ഒരു മനുഷ്യൻ്റെയെങ്കിലും വേദന ഒപ്പിയെടുക്കാൻ സാധിച്ചാൽ, ഒരാളുടെയെങ്കിലും ആവശ്യം നിറവേറ്റാനായാൽ, ആ ഒരു സംഭവം മാത്രം മതിയായിരിക്കാം നാളെ പടച്ചവൻ്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.